നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ഡോക്ടർ അപർണ, 30 വയസ്സ്, 5'7" ഹൈറ്റ്, 75 kg വെയിറ്റ്. ആ കുട്ടി MDക്ക് പഠിക്കുകയാണ്. MBBS കഴിഞ്ഞതിന് ശേഷം MDക്ക് പഠിക്കുകയാണ്. ഡെർമറ്റോളജിയാണ് അവരുടെ സബ്ജക്റ്റ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്. അച്ഛൻ രവികുമാർ, അമ്മ ഗീതാകുമാരി, ഒരു ബ്രദർ. തിരുവനന്തപുരം സ്വദേശികളാണ് അപർണയുടെ ഫാമിലി. താല്പര്യമുള്ള ഡോക്ടേഴ്സ് ഫാമിലി തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കല്യാണപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉള്ള അവസരത്തിൽ പാരൻസിന് മൊത്തത്തിൽ ഒരു ടെൻഷനാണ്. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വളരെ വറീഡാണ്. എങ്ങനെ നോക്കണം, എവിടെ രജിസ്റ്റർ ചെയ്യണം, ഹോറോസ്കോപ്പ് എങ്ങനെയാണ്, തലക്കുറി ഏതൊക്കെ പറയുന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ആകെ ഒരു വല്ലാത്ത ഒരു ടെൻഷനാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് ഫോളോ ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ആദ്യം ചെയ്യേണ്ടത്, കല്യാണപ്രായം എത്തിയ കുട്ടിയുമായി, അത് ആൺകുട്ടിയോ പെൺകുട്ടിയാരോ ആവട്ടെ, അവരുമായി അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കണം. അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അവർക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും. അവർക്ക് ഏജ് ഇത്ര വേണം, എഡ്യൂക്കേഷൻ ഇത്ര വേണം, ഹൈറ്റ്, വെയിറ്റ്, ഇവ കാര്യങ്ങളൊക്കെ കുറിച്ച് അവർക്ക് അഭിപ്രായങ്ങളുണ്ടാവും. ഇതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജാതകത്തിനെ കുറിച്ച് കഴിയാവുന്നത്ര കുറച്ച് വിവരങ്ങൾ എഴുതുക. പല ആളുകളും എഴുതുന്ന കാണാം 7 ചൊവ്വ ദോഷം, രാഹു ദോഷം, കുജദോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതും. അത് വായിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയൊന്നും എഴുതേണ്ട ഒരു ആവശ്യമില്ല. നാളെ എഴുതുക. ഇനിയിപ്പോൾ ദോഷം എഴുതണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ദോഷം എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി, പഠിപ്പ്, ഈ 2 കാര്യങ്ങൾ വിശദമായിട്ട് എഴുതണം. എഡ്യൂക്കേഷൻ വളരെ കൃത്യമായിട്ട് എഴുതുക. എവിടെയായിരുന്നു സ്കൂളിംഗ്, കോളേജ് എവിടെയാണ് പഠിച്ച്, പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെ പഠിച്ച്, ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള വല്ല പഠിപ്പുണ്ടെങ്കിൽ അതെവിടെ ചെയ്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എഴുതുക, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് വെച്ചാൽ അത് എഴുതുക. ഇതെല്ലാം മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തത്, ജോലി. ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് പ്രത്യേകം എഴുതണം. ഓൺ റോൾ ആണോ ഓഫ് റോൾ ആണോ? ചിലർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള ടീമിൽ പെട്ടവരായിരിക്കും. അപ്പോൾ അത് എഴുതണം കൃത്യമായിട്ട്. അപ്പോൾ ഓൺ റോൾ ആണോ ഓഫ് റോൾ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. സാലറി എത്ര കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. ഇതൊക്കെ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെ പ്രൊഫൈല്, നമ്മളുടെ ഹൈറ്റ്, വെയിറ്റ്, സ്റ്റാർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഇതെല്ലാം എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി കഴിയുമ്പോൾ, പിന്നെ അച്ഛൻ്റെ ജോലി, അമ്മയുടെ ജോലി, അവരെവിടെ താമസിക്കുന്നത്, പാരൻസ് എവിടെയാണ് താമസിക്കുന്നത്, ജോലി ഏത് സ്ഥലത്താണ്, ഈ വക കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതുക. ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം വീട്ടിലെ എല്ലാവരും ഒന്ന് ഇരുന്ന് വായിക്കുക. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. അടുത്തത്, ഒരു നിങ്ങളുടെ കുടുംബക്ഷേത്രം, ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രം ഉണ്ടാവും. ധർമ്മദൈവങ്ങൾ, വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക.
അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. കഴിയുന്നതും നിങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്താൽ അത്രയും നല്ലത്. കാരണം ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആ മാരേജ് ബ്യൂറോ ആയിട്ടായിരിക്കും ബന്ധപ്പെടുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുമായിട്ട് സംസാരിക്കുക, എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. അല്ലാതെ കല്യാണം ശരിയായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാനോ അതൊന്നും കേൾക്കാനോ കാണാനോ നമ്മൾ അതൊന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. കൃത്യമായിട്ട് അവരുടെ പേയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരും. ഈ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയാവുന്നത്ര ഫോട്ടോ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുക. കുട്ടികൾക്ക് കാട്ടിക്കൊടുത്ത സമയത്ത് അവർ പറയും വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ സമയമെടുക്കും അവരുടെ റിപ്ലൈ കിട്ടാനായിട്ട്. കുട്ടികൾ ഓക്കെ പറയണം, അത് വെച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാരൻസുമായിട്ട് ഒന്ന് നന്നായിട്ട് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും. എന്നിട്ട് കുട്ടികളുടെ നമ്പർ വാങ്ങിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക അവരുടെ വാട്സാപ്പ് നമ്പർ. അവർ തീർച്ചയായിട്ടും ഒരു 5 മുതൽ 10 ദിവസം വരേക്കൊന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ട് 2 കുട്ടികളും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിലേക്ക് പോകാവൂ. ഒരു കാരണവശാലും ചാടിക്കേറി പെണ്ണ് കാണാൻ പോകരുത്. ആദ്യം വാട്സാപ്പ് ചാറ്റിൽ കൂടെയൊക്കെ ഏകദേശം ഒരു പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്ത് വെച്ചൊന്ന് കാണണം. പുറത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് കാണുന്നേക്കാൾ മുന്നേ പുറത്ത് വെച്ച് കാണണം. കുട്ടികൾ 2 പേരും കംഫർട്ട് ആയതിനു ശേഷം മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിനൊക്കെ പോകാവൂ. ഈ കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. 1 ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, 2 എഡ്യൂക്കേഷൻ, 3 മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, 4 അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ, ബാങ്കിങ് ലോൺസ്, EMI എത്രയുണ്ട് എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ നുണയല്ല പറയുന്നത്, കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. വിവാഹം എന്ന് പറയുന്നത് ഒരു മംഗളകരമായിട്ടുള്ള ചടങ്ങാണ്. അതിന് ഏതെങ്കിലും രീതിയിൽ ഒരു വഴിപാട് ഒരുക്കുന്ന പോലുള്ള പരിപാടികളാവരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 2 പേരും, ആൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും നന്നായി സംസാരിക്കുക. ഒന്നും ഉള്ളിൽ വെച്ച് പുറത്തേക്ക് വേറൊന്ന് കാട്ടരുത്. എന്തൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ പറയണം. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയണം ഭംഗിയായിട്ട്. അതുമ്പോഴൊന്നും ഒരു വഴക്കോ ബഹളത്തിനോ പോകരുത്. നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. കഴിയാവുന്നത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ദാമ്പത്യ ബന്ധം, അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ്, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇല്ലെങ്കിലൊക്കെ നിസാര കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് നന്നായിട്ട് സംസാരിക്കാത്തതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ നന്നായി സംസാരിക്കുക. നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് ഒരു അനുയോജ്യമായ വിവാഹബന്ധം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.